കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് വിശ്വപ്രസിദ്ധമാണ്. എന്താണ് ഈ ഭരണി മഹോത്സവത്തിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. കുംഭമാസത്തിലെ ഭരണി നാളിൽ ചെറുഭരണി കുടികയറുക എന്നുള്ള ഒരു ചടങ്ങോടുകൂടി ഭരണി മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. ചെറുഭരണി കുടികയറി എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം കൊടിമരം നാട്ടി ഉള്ള കൊടിക്കൂറ ഉയർത്തിക്കൊണ്ടുള്ള ഒരു ചടങ്ങല്ല. അന്നത്തെ ദിവസം രാവിലെ പാലക്കാവേലൻ്റെ നേതൃത്വത്തിൽ, പാലക്കാവേലനാണ് അതിനുള്ള അവകാശം, രാവിലെ 8 മണിയോടുകൂടെ വാദ്യമേളങ്ങളോടുകൂടി കൊടുങ്ങല്ലൂരിലെത്തി ക്ഷേത്രത്തിന് ചുറ്റും 3 പ്രദക്ഷിണം വെച്ച്, മണിയടിച്ചുകൊണ്ട് 3 പ്രദക്ഷിണം വെച്ച്, പട്ടും താലിയും ഒക്കെ താലി സമർപ്പണത്തോടു കൂടിയിട്ടാണ് ചെറുഭരണി കുടികയറുന്നുള്ള ആ ചടങ്ങ് ആരംഭിക്കുന്നത്. ഈ പാലക്കാവേലിൽ വന്ന് താലി സമർപ്പണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അന്നത്തെ പൂജകൾ ആരംഭിക്കുന്നത് തന്നെ. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ചെറുഭരണി നാളിൽ കാണാവുന്നതാണ്. ചെറുഭരണി കുടികയറുന്ന ആ നാൾ മുതൽ, അതായത് കുംഭമാസത്തിലെ ഭരണി നക്ഷത്രം മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കൊടുങ്ങല്ലൂർ അമ്മയുടെ ദേവതാ ചൈതന്യം ആവാഹിച്ച് ഇരുത്തിയിട്ടുള്ള കുടുംബക്ഷേത്രങ്ങളിലോ ദേശക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഗ്രാമക്ഷേത്രങ്ങളിലോ ഒക്കെ ഉള്ളവർ പ്രത്യേകം വ്രതാനുഷ്ഠാനം തുടങ്ങുകയായി. അവരവരുടേതായിട്ടുള്ള രീതികളിൽ, അതായത് ഓരോ ദേശത്തിനും അല്ലെങ്കിൽ ഒരു മൂപ്പൻ അല്ലെങ്കിൽ ഒരു കോമരത്തിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾ എല്ലാം വ്രതാനുഷ്ഠാനത്തോടു കൂടി ഭരണി മഹോത്സവത്തിനെത്താൻ തയ്യാറായി അവർ പ്രാർത്ഥനയോടുകൂടി അവരുടെ വ്രതം ആരംഭിക്കും. തുടർന്നുള്ളൊരു വിശേഷപ്പെട്ട ചടങ്ങ് കോഴിക്കല്ല് മൂടുക എന്നുള്ളതാണ്. പണ്ട് ആദ്യം സൂചിപ്പിച്ചിരുന്നല്ലോ കൗളം മാർഗത്തിലുള്ള ആരാധനാ രീതികൾ നിലനിന്നിരുന്നുവെന്ന്. അത് ജന്തുബലി നിരോധിച്ചതിന് ശേഷവും പുറത്ത് ഇപ്പോൾ കോഴിക്കല്ല് മൂടുക എന്നുള്ള ചടങ്ങായി മാറിയിരിക്കുന്നു. അതായത് വടക്കേ നിറയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുമ്പിലായുള്ള വട്ടത്തിലുള്ള 2 കല്ലുകൾ കുഴികുത്തി മൂടി മണൽക്കൂന കൂട്ടി അതിനു മീതെ പട്ട് വിരിച്ച് കോഴികളെ സമർപ്പിക്കുക എന്നുള്ള ചടങ്ങ്, അതാണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് എന്ന് പറയുന്നത്. ആ കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ അവിടെ കോഴിയെ സമർപ്പിക്കുന്നതിനുള്ള അവകാശം തച്ചോളി തറവാട്ടുകാർക്കാണ്. ഈ കോഴിക്കല്ല് മൂടുന്ന ചടങ്ങുകൾക്ക് അവകാശമുള്ളത് ഭഗവതി വീട്ടുകാരും. ഭഗവതി വീട്ടുകാർ ആ സമയത്ത് ഉറക്കെ വിളിച്ച് ചോദിക്കും, തച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് 3 പ്രാവശ്യം വിളിച്ച് ചോദിക്കുകയും ആ തറവാട്ടുകാർ ഹാജരുണ്ട് എന്ന് പറഞ്ഞ് കോഴിയെ സമർപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഭക്തജനങ്ങൾ കോഴിയെ സമർപ്പിക്കുന്ന ചടങ്ങായി. തുടർന്ന് പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേവതി നാളിൽ രേവതി വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ്. ഈ ചെറുഭരണി കുടികയറുന്ന നാൾ മുതലാണത്രേ ദേവി ദാരികനുമായി യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഐതിഹ്യം. കോഴിക്കല്ല് മൂടുന്ന അന്ന്, അതായത് തിരുവോണം നാൾ മുതൽ ദേവി ദാരികനുമായിട്ടുള്ള നേരിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുന്നു എന്നും. രേവതി നാളിലാണത്രേ ദേവി ദാരികനെ വധിച്ചത്. ആ ദാരികനെ വധിച്ചതിന് ശേഷം വിജയശ്രീലാളിതയായി തിരിച്ചെത്തുന്ന അതിൻ്റെ സന്തോഷസൂചകമായാണത്രേ രേവതി വിളക്ക് തെളിയിക്കുന്നത്. ഇതെല്ലാം ഐതിഹ്യം പറയുന്നു. തുടർന്ന് പിറ്റേ ദിവസം അശ്വതി നാളിൽ കാവ് തീണ്ടൽ എന്നുള്ള ചടങ്ങ്, അശ്വതി പൂജ കഴിഞ്ഞ്, അശ്വതി പൂജ അല്ലെങ്കിൽ തൃച്ചന്ദന ചാർത്ത് എന്നുള്ള ആ പ്രധാനപ്പെട്ട വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ആ പൂജയ്ക്ക് ശേഷം ആണ് കാവ് തീണ്ടൽ ചടങ്ങ് നടക്കുന്നത്.
യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ കാവ് തീണ്ടൽ എന്നുള്ള ആ പ്രയോഗം തന്നെ തെറ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ പല മാധ്യമങ്ങളെല്ലാം വിശേഷിപ്പിക്കാറുള്ളത് കാവ് തീണ്ടൽ എന്നുള്ള ചടങ്ങ് പണ്ട് അവർണർക്ക് ക്ഷേത്രപ്രവേശനം ഇല്ലാതിരുന്ന കാലത്ത് പ്രവേശന വിളംബരത്തിന് ശേഷം എല്ലാവർക്കും ക്ഷേത്ര ദർശനം ലഭ്യമാക്കിയതിന് ശേഷം അതിനു ശേഷമുള്ള അവരൊരു ആഹ്ലാദ സൂചകമായിട്ടുള്ളതാണ് ഈ ചടങ്ങ് എന്നൊക്കെ പല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അതൊട്ടും ശരിയല്ല എന്നുള്ളതാണ്. കാരണം കൊടുങ്ങല്ലൂർ ഭഗവതി എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ സമുദായങ്ങളിൽപ്പെട്ട ആളുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവകാശം കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി കാണാവുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു സമർപ്പണ ചടങ്ങെങ്കിലും ഓരോ സമുദായക്കാർക്കുമുണ്ട്. അപ്പോൾ പണ്ടേ ശരിക്കു പറഞ്ഞാൽ കൊടുങ്ങല്ലൂരമ്മ ഒരു സോഷ്യലിസ്റ്റ് ദേവത തന്നെയാണ്. ഇതൊക്കെ ഈ ഐതിഹ്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരി, അതിൻ്റെ യഥാർത്ഥ വശം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് എല്ലാ ഭാഗത്തും കൊടുങ്ങല്ലൂരമ്മയുടെ സങ്കല്പത്തിൽ പ്രതിഷ്ഠ നടത്തി ആരാധിച്ചു വരുന്ന ഒരു ജനവിഭാഗം കുംഭമാസത്തിലെ ഭരണി നാൾ മുതൽ അവർ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി കൊടുങ്ങല്ലൂരിലെത്തുമ്പോൾ അവർ അവരുടെ പൂജയിലൂടെയും തപസ്സിലൂടെയും ആർജിച്ച ആ ചൈതന്യം കൂടിയും അല്ലെങ്കിൽ ആത്മീയ ഊർജവും കൂടി കൊടുങ്ങല്ലൂരിൽ അമ്മയിലും ഇവിടെ സമർപ്പിക്കുകയാണ്. പിന്നീട് കോഴിക്കല്ല് മൂടിയതിന് ശേഷം നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ കൊടുങ്ങല്ലൂര് ഭക്തി പരവശരായി കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേരുന്നു. ഒന്നുകിൽ ഒരു മൂപ്പൻ്റെ നേതൃത്വത്തിലോ അതല്ലെങ്കിൽ ഒരു കോമരത്തിൻ്റെ നേതൃത്വത്തിലോ അവരവരുടേതായിട്ടുള്ള ചടങ്ങുകൾ അവിടെ നിർവഹിച്ച് കൊടുങ്ങല്ലൂരിലേക്ക് പുറപ്പെടുന്നു. ഇവരെല്ലാം അവരവർക്ക് അവകാശപ്പെട്ട തറകളിൽ നിലകൊള്ളുകയും തുടർന്ന് ഈ നടക്കുന്ന കാവുപൂകൾ ചടങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അശ്വതി പൂജ അല്ലെങ്കിൽ തൃച്ചന്ദന ചാർത്ത് എന്ന് പറയുന്ന പൂജ അത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്നതാണ്. ആദ്യകാലങ്ങളിൽ ഇത് ഭദ്രകാളി യാമത്തിലാണ് നടന്നു വന്നിരുന്നത്. മലയാളം മാസം 1080 അവസാനമായി ആ ഭദ്രകാളി യാമത്തിൽ പൂജ നടന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നടക്കുന്നത് ഏകദേശം 1 മണിയോടുകൂടെ എന്നുള്ള ഒരു സമയത്താണ്. അതിവിശിഷ്ടവും അതിരഹസ്യവുമായ ഈ പൂജ നിർവഹിക്കുന്നത് അടികൾ കാരണവർമാരാണ്. ഈ സമയത്താകട്ടെ ക്ഷേത്രത്തിലേക്ക് മറ്റു ഭക്തജനങ്ങൾക്കൊന്നും പ്രവേശനം ഒട്ടുമില്ല. അത് അതീവ രഹസ്യ വിധാനത്തിലുള്ളത് ആയതിനാലും അതിൻ്റെ ഭംഗം വരരുത് എന്നുള്ള കാരണത്താലുമൊക്കെയാണ് അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം 7.5 നാഴിക നീണ്ടു നിൽക്കുന്ന പൂജ, അതായത് 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ഈ അതിവിശിഷ്ടമായ ഈ പൂജ. സാധാരണ അതിരാത്രം സോമയാഗം തുടങ്ങിയിട്ടുള്ള 100 യാഗങ്ങൾക്ക് തുല്യമാണ് ഒരു ശ്രീചക്ര പൂജ എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള പൂജയാണ് അശ്വതി പൂജ അല്ലെങ്കിൽ തൃച്ചന്ദനച്ചാർത്ത് എന്നൊക്കെ വിശേഷിക്കപ്പെടുന്നത്. ഈ പൂജകൾക്ക് യാതൊരു ഭംഗവും വരാതിരിക്കുന്നതിന് വേണ്ടി കോവിലകത്തുള്ള തമ്പുരാൻ, അന്നത്തെ രാജാവ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളായി കോവിലകത്തുള്ള മറ്റുള്ള അംഗങ്ങളും പരമ്പരാഗത വേഷങ്ങൾ അണിഞ്ഞ് ആയുധപാണികളായി ക്ഷേത്രത്തിനകത്തുള്ള മണ്ഡപത്തിലെല്ലാം ഇരുപ്പുറപ്പിക്കുകയും ജപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്.
ഇതേ സമയം തന്നെയാണ് കോമരക്കൂട്ടങ്ങളെല്ലാം അവരവർക്ക് അനുവദിക്കപ്പെട്ട ആൾത്തറകളിൽ പ്രാർത്ഥനയോടുകൂടി നിലകൊള്ളുന്നത്. കാരണം ഈ പൂജകൾക്ക് ഭംഗം ഒരിക്കലും വരരുത് എന്നുള്ള ഒരു സംരക്ഷണാർത്ഥം കൂടി തന്നെയാണ്. അപ്പോൾ അവരെല്ലാം കുംഭമാസത്തിൽ ഭരണി നാളിൽ വ്രതം തുടങ്ങി ആർജിച്ച ആ ശക്തി ചൈതന്യവും അതോടൊപ്പം തന്നെ പ്രധാന പൂജാരികളായി ഈ പൂജ നിർവഹിക്കുന്ന അടികന്മാരുടെ വ്രതാനുഷ്ഠാനങ്ങളോടും എല്ലാം അതിൻ്റെ ആ ശക്തി ചൈതന്യം അവിടെ വീണ്ടും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് 7 ദിവസങ്ങളായി നടക്കുന്ന യാമപൂജകൾ അത് ഏറ്റവും ഒരു സവിശേഷമായ ഒന്നാണ്. ഈ യാമപൂജകളെല്ലാം തന്നെ ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ളതാണ്. ഇതെല്ലാം ഐതിഹ്യം പറയുന്നത് ദാരികനുമായിട്ടുള്ള യുദ്ധത്തിൽ ദേവിക്ക് മുറിവ് പറ്റിയെന്നും അപ്പോൾ ആ മുറിവുകൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി അന്ന് അശ്വിനി ദേവകളാണ് ചികിത്സിച്ച് ഭേദമാക്കിയതെന്നും അതിന് സിംബോളിക്കായുള്ള പൂജയാണ് ഈ തൃച്ചന്ദന ചാർത്ത എന്നുള്ളതൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. ഇത് നമ്മളൊരു ഐതിഹ്യത്തിൻ്റെ ഒരു വേർഷൻ. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ഈ വിധാനത്തിൽ ഈ പൂജകളുടെ പ്രത്യേകത ഈ അശ്വതി നാളിൽ നടക്കുന്ന പൂജയും തുടർന്നുള്ള യാമപൂജകളുമാണ് ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള വ്യത്യസ്ത യാമങ്ങളിലുള്ള യാമപൂജകളുമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നിലനിർത്തുന്നത്. അപ്പോൾ ശരിക്ക് നടക്കേണ്ടിയിരുന്ന ആദ്യം സൂചിപ്പിച്ചിരുന്നല്ലോ പണ്ടുകാലത്ത് നടന്നിരുന്നത് ഭദ്രകാളി യാമത്തിലാണ് എന്നുള്ളത്. അതിപ്പോൾ ഏകദേശം രാവിലെ 6 മണിക്കാണ് ഉദയം എന്നുണ്ടെങ്കിൽ തുടർന്നുള്ള 6 യാമങ്ങൾ കണക്കാക്കുന്നു. 4 മണിക്കൂർ വീതമുള്ള 6 യാമങ്ങൾ. അങ്ങനെ വരുമ്പോൾ രാവിലെ 6 മണിക്കാണ് ഉദയം എന്നുണ്ടെങ്കിൽ 6 മുതൽ 10 വരെ ശ്രീ ഭഗവതിയുടെ യാമം, 10 മുതൽ 2 വരെ ജ്യേഷ്ഠ ഭഗവതിയുടെ യാമം, 2 മുതൽ 6 വരെ പാർവതി യാമം, 6 മുതൽ 10 വരെ ദുർഗായാമം, 10 മുതൽ 2 വരെ കാളിയാമം, 2 മുതൽ 6 വരെ സരസ്വതി യാമം. ഇങ്ങനെയുള്ള ക്രമത്തിലാണ് യാമപൂജകളും. അശ്വതി പൂജ കഴിഞ്ഞ് നടയടച്ച് കാവ് പൂകൽ ചടങ്ങ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഉദയത്തിന് മുമ്പ് വരിനേരി പായസം നിവേദിച്ച് നടയടയ്ക്കുന്നു. തുടർന്ന് വ്യത്യസ്ത യാമങ്ങളിലായുള്ള പൂജകൾ നടക്കുന്നതാണ്. അതായത് പിറ്റേ ദിവസം കാർത്തിക നാളിൽ യാമപൂജ രാത്രി 10 മുതൽ 2 വരെയുള്ള സമയം. രോഹിണി നാളിൽ വൈകിട്ട് 6 മുതൽ 10 വരെ. മകീരം നക്ഷത്രത്തിൽ ഉച്ചരിഞ്ഞ് 2 മുതൽ 6 വരെയും. അതിനടുത്ത ദിവസം 10 മുതൽ 2 വരെയും. അതിനടുത്ത ദിവസം 6 മുതൽ 10 വരെയും. 7ാമത്തെ ദിവസം ആകുമ്പോഴേക്കും സരസ്വതി യാമം ആയിത്തീരുന്നു. 2 മുതൽ 6 വരെയുള്ള സമയത്ത് പൂജകൾ ആരംഭിക്കും. എങ്ങനെയാണ് യാമപൂജകളിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത്? ഭരണി നാളിൽ നിവേദിക്കുന്ന വരിയേരി പായസം അത് അതിവിശിഷ്ടമായ ഒരു നിവേദ്യമാണ്. ദാരികനുമായിട്ടുള്ള യുദ്ധത്തിൽ തളർന്ന ദേവി ക്ഷീണമെല്ലാം മാറി ആദ്യമായിട്ട് കഴിക്കുന്ന ഭക്ഷണം എന്നുള്ള ഒരു സങ്കല്പം ഐതിഹ്യപ്രകാരം അത് പറയുന്നു. പക്ഷെ അതിലുപരി അത് പഞ്ചമകാരങ്ങളിൽപ്പെട്ട മുദ്ര അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംവിധാനമാണ് അവിടെ ശരിക്കും പറഞ്ഞാലത്.
അതായത് വരിയരി നെല്ല്, ആ വരി അരി പായസം അത് പ്രത്യേകം അന്ന് മാത്രം നടത്തുന്നതാണ്. നമുക്ക് ദേവിയെ ആരാധിക്കുന്നതിന് 2 സമ്പ്രദായങ്ങൾ പൊതുവെ തന്ത്രത്തിൽ പറയുന്നുണ്ട്. കൗളമാർഗവും സമയമാർഗവും എന്നുള്ളത്. ലളിതാ സഹസ്രനാമത്തിൽ തന്നെ കൗളമാർഗ തൽപര സേവിത എന്നൊരു സ്ഥലത്തും സമയാചാര തൽപര എന്നും മറ്റൊരു സ്ഥലത്തും പറയുന്നുണ്ട്. രണ്ടും ദേവിക്ക് ഒരുപോലെ തന്നെ പ്രാധാന്യം തന്നെ. ആദ്യകാലങ്ങളിൽ പരശുരാമ കൽപ്പസൂത്രം ആധാരമാക്കിയിട്ടുള്ള പൂജാവിധാനങ്ങൾ ആദിശങ്കരാചാര്യരുടെ വരവോടുകൂടിയാണ് സമയാചാരത്തിലേക്ക് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു. ആദ്യകാലങ്ങളിൽ കോഴിക്കല്ല് മൂടുന്ന ആ ദിവസം തിരുവോണ നാളിൽ ധാരാളം കോഴികളെ ബലി കൊടുത്തിരുന്നു. പിന്നീടത് ജന്തുബലി നിരോധിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ളൊരു സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നത്. പൊതുവെ എല്ലാവരും കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവം എന്നൊക്കെ പറയുമ്പോൾ ഭരണിപ്പാട്ട് എന്നുള്ളൊരു സങ്കല്പത്തിലേക്കാണ് ആദ്യം തന്നെ എല്ലാവരുടെയും ചിന്ത അല്ലെങ്കിൽ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നത്. ഭരണിപ്പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് കാലത്തൊന്ന് അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം നിലവിലുണ്ടായിരുന്നു. അവർക്കാകപ്പാടെ അവരുടെ അടിച്ചമർത്തപ്പെട്ട ഇതെല്ലാം പുറത്തേക്ക് ബഹിർഗമിക്കുന്നൊരു സമയം അല്ലെങ്കിൽ ഭരണി മഹോത്സവത്തിന് കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രയിലാണ്. അതുകൊണ്ട് അവർ മദ്യപാനമൊക്കെ എല്ലാം നടത്തി ഉന്മത്തരായി പാട്ടുകളെല്ലാം പാടുന്നു. അത് അശ്ലീലം കലർന്ന പാട്ടുകൾ ഒക്കെയായി മാറിപ്പോകുന്നു. എന്നാൽ ശരിക്ക് അത് ദേവീ സ്തുതികളുമായാണ് കൊടുങ്ങല്ലൂരിലേക്ക് ദേവീ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് കൊടുങ്ങല്ലൂരിലേക്ക് വരേണ്ടത്. പലരും തെറുപ്പാട്ട് പാടില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന കുറേ വിഭാഗങ്ങളുണ്ടാകാം. പക്ഷെ ഇതെല്ലാം പഞ്ചമാകാര പൂജകളിൽപ്പെട്ട മൈഥുനത്തിൻ്റെ ഒരു ചെറിയ ഒരു ലഘുരൂപമായിട്ടൊക്കെ അതിനെ കണക്കിലെടുക്കാവുന്നതാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ ദുർഗാപൂജ നടന്നു കഴിഞ്ഞാൽ ദേവിയെ ഉദ്വസിക്കുമ്പോൾ അശ്ലീലം കൊട്ടിപ്പാടണമെന്നുള്ളൊക്കെ ഒരു സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സാധാരണക്കാരത് പച്ചയ്ക്ക് പറയുമ്പോൾ അത് തെറിയായി മാറുന്നു. എന്നാൽ ശരിക്ക് സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ അഷ്ടപതി ഇതെല്ലാം ഒരു താളാത്മകമായ ഒരു സംഗീതം ഒക്കെ നൽകിയത് ആലപിക്കുമ്പോൾ നമ്മളും അത് തലയിട്ടാട്ടി അത് ആസ്വദിച്ചു പോകുന്നുണ്ട്. അതിൽ ആ സംസ്കൃത പദം കൊണ്ട് എല്ലാവർക്കും നമുക്കും അത് മനസ്സിലാകുന്നില്ല. അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ ചകഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇവർ പച്ചയ്ക്ക് പറയുന്ന അശ്ലീലമായിട്ട് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. അശ്വതി നാൾ നടക്കുന്ന കാവ് തീണ്ടൽ എന്നുള്ള ആ പദപ്രയോഗം തന്നെ ശരിയല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാവ് പൂകൽ എന്നുള്ളതാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവ ബലിയോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ഗ്രാമബലി ഒക്കെ ഉണ്ടാകും സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം. അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കാവ് പൂകൽ എന്നുള്ള ചടങ്ങ്. അതിന് നായകത്വം വഹിക്കുന്ന ആള് 7 കമ്പുള്ള മുളവടിയും അനുയായികളെല്ലാം കുറുവടികളും എന്തിയും വേണം എന്നുള്ളതൊക്കെ പ്രാമാണിക ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം, അതായത് ഈ രുചിത്ത് വിധാനത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളിലെ ആരാധനാ സമ്പ്രദായങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ മാതൃ സദ്ഭാവം എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണെന്ന് കാണുന്നുണ്ട്. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അശ്വതി നാളിലുള്ള കാവുപുകൽ ചടങ്ങ് അവസാനിച്ചതിന് ശേഷം നടയടച്ച 7ാമത്തെ ദിവസമാണ് ക്ഷേത്രനട ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്.
തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം നടക്കുന്ന യാമപൂജകളാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ചൈതന്യം നിലനിർത്തുന്നത്, വ്യത്യസ്ത യാമങ്ങളിലുള്ള പൂജകളിലൂടെ. അത് കഴിഞ്ഞ് നട തുറക്കുന്ന ദിവസം ദർശനം നടത്തുന്നത് അതിവിശേഷമായിട്ടുള്ള ഒന്നാണ്. കാരണം 7 ദിവസങ്ങളായിട്ട് നടക്കുന്ന യാമപൂജകളുടെ ഉണ്ടായിട്ടുള്ള ശക്തി ചൈതന്യം ഇതെല്ലാം അവിടെ ആർജിച്ച് ഏറ്റവും പ്രസന്നവതിയായി, ഏറ്റവും ഐശ്വര്യവതിയായി ഭക്തജനങ്ങൾക്ക് സർവാലങ്കാരത്തോടുകൂടി ദർശനം കൊടുക്കുന്ന ദിവസമാണ് നട തുറപ്പ് മഹോത്സവം എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം ദർശനം നടത്തുന്നത് മഹാപുണ്യവുമാണ്, ഒരു വർഷത്തെ ദർശന സൗഭാഗ്യവുമാണ്. എല്ലാവരെയും ലോകാംബികയായ കൊടുങ്ങല്ലൂരമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ.